ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് വ്ളോഗർ. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. അടിത്തട്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, സണ്ണി വെയിൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് 2020 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അടിത്തട്ട് എന്ന് പറയുന്നത്. ആക്ഷൻ അഡ്വഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് കടലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അടിത്തട്ട് എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡുകളൊക്കെ ഈ ചിത്രം വാരി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും നമ്മുടെ മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കുരുക്ക് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നവാഗതരായിട്ടുള്ള ഒരുപാട് പേര് അഭിനയിച്ചിട്ടുള്ള ഒരു കൊച്ചു സിനിമയായിരുന്നു കുരുക്ക് എന്ന് പറയുന്നത്. അജയ് ഘോഷ്, അതുപോലെ തന്നെ അനിൽ ആൻഡോ, ബാലാജി ശർമ്മ, കൊല്ലം തുളസി എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു കുരുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പെട്രാപ്പ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രഭുദേവ, വേദിക, സണ്ണി ലിയോൺ, ഭഗവതി പെരുമാൾ, ഷാജോൺ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് മൂവിയായിരുന്നു. ഒരു കോമഡി ആക്ഷൻ ഡ്രാമ ഭാഗത്തിലും എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു പെട്രാപ്പ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു കളക്ഷൻ ഒന്നും നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മനാന സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുധീർ ബാബു, സയജിത് ഷിൻഡെ, അതുപോലെ തന്നെ സായ് ചന്ദ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് ഫാമിലി ഡ്രാമ കഥയിലെടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു മൈ നാന സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ OTT റൈറ്റ് ഇപ്പോൾ സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ C5 ആണ്. ആമസോൺ പ്രൈമിലൂടെ ഒരു ദിവസം മുമ്പേ ഇപ്പോൾ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി C5 ചിത്രം തെലുങ്ക് ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. സോണി ലെവിലൂടെ ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിൽ, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. എത്ര പാർട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇനി ഒറ്റ ഫയലാണോ വരുന്നതെന്ന് അറിയില്ല. ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഡ്രോപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഫയലുകൾ ഉണ്ടെന്ന് അറിയില്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതിയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജോക്കർ 2 എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജുവാവിൻ ഫ്ലോക്സിംഗ്, അതുപോലെ തന്നെ ലേഡി സ്വാഗ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ജോക്കർ 2 എന്ന് പറയുന്നത്. ചിത്രം കഴിഞ്ഞ മാസം ഈ ഒരു ചിത്രത്തിന് ഒക്ടോബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു കളക്ഷൻ നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രം ടോട്ടലി ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നമ്മുടെ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ എന്താ പറയുക പതിപ്പ് ഓവർസീസിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം ഒഫീഷ്യലി ഇപ്പോൾ ഇന്ത്യയിൽ റിലീസിന് വരികയാണ്. പക്ഷേ റെന്റ് ബേസിസിലാണ് ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അതായത് നവംബർ മാസം 15-ാം തീയതി റെന്റ് ബേസിൽ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ഇംഗ്ലീഷ് മൂവി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അമരൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ശിവകാർത്തികേയൻ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ദീപാവലിക്ക് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അമരൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് മേ ബി നവംബർ 29 കൂടിയിട്ടായിരിക്കും ചിത്രം OTT റിലീസിന് എത്തുക. അതിന് മുമ്പ് ഈ ചിത്രം മേ ബി ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി ഇൻഡുസൺ പ്രീം എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലീക്ക് റിലീസ് എത്താൻ സാധ്യതയുണ്ടെന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്രദർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയൻ രവി കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ VVT ഗണേഷ്, ശരണ്യ പൊൻവർണ്ണൻ, രാഹുൽ
ബാബു രമേശ്, പിന്നെ അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ നടരാജൻ, പ്രിയങ്ക മോഹൻ എന്ന വമ്പൻ താരനിരയോടെ എത്തി തിയേറ്ററിൽ റിലീസ് ചെയ്ത് ദീപാവലിക്ക് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബ്രദർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒടിറൈറ്റ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള C5 ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ വരുന്ന നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ചിത്രം C5 റിലീസ് ചെയ്യുന്നതാണ്. മേ ബി ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ചിത്രം ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി ഇൻഡസൺ പ്രീമിയറിലൂടെ ലീക്ക്ഡ് റിലീസ് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്ലഡി ബഗ്ഗർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കെവിൻ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ റെഡ്ഡിൻ കിങ്സ്ലി അതുപോലെ തന്നെ രാധാ രവി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ബ്ലഡി ബഗ്ഗർ എന്ന് പറയുന്നത്. ദീപാവലിക്ക് തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ വലിയൊരു അനക്കൊന്നും സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഒരു കെവിൻ ചിത്രമായിരുന്നു ബ്ലഡി ബഗ്ഗർ എന്ന് പറയുന്നത്. ഒരു കോമഡി ജോണറിൽ വന്ന് തിയേറ്ററിൽ വലിയൊരു അനക്കൊന്നും സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സൺനെക്സ്റ്റ് ആണ്. ചിത്രം നിന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ വരുന്ന നവംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ നവംബർ 29-നൊക്കെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. നവംബർ 29-നോ 30-നോ അല്ലെങ്കിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ചിലപ്പോൾ അതിന് മുമ്പ് ഈ ചിത്രം ഈ വരുന്ന നവംബർ മാസം 15-ാം തീയതി നമ്മുടെ ഇൻഡസൺ പ്രൈമിലൂടെ ഈ ചിത്രം ലീക്ക്ഡ് വെർഷനും എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, നിശാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്നത്. ഓണത്തിന് തിയേറ്റർ റിലീസ് ചെയ്ത് സൈലൻ്റായി വന്ന് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ആസിഫ് അലി ചിത്രമായിരുന്നു കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 19-ാം തീയതി നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തെക്ക് വടക്ക് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ, മെൽവിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു തെക്ക് വടക്ക് എന്ന് പറയുന്നത്. ഒരു ഏകദേശം കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് സെപ്റ്റംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സിംപ്ലി സൗത്തും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിത്രം ഈ വരുന്ന നവംബർ മാസം 22-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സീക്രട്ട് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ SN സ്വാമി സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസനെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചു. ഒപ്പം തന്നെ അപർണ ദാസ് എന്നിവരോടുകൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു സീക്രട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് സിംപ്ലി സൗത്തും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കന്നഡ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാർട്ടിൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്രുവ് സർജ അതുപോലെ തന്നെ വൈഭവി, അച്യുത് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു മാർട്ടിൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 15-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടപ്പട്ടലം മുഞ്ചിട്ടുള്ളൊരു ബ്ലോക്ക് ബസ്റ്റർ ഒരു ബോംബായിരുന്നു, ബോക്സ് ഓഫീസ് ബോംബായിട്ടുള്ളൊരു ചിത്രമായിരുന്നു മാർട്ടിൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് വീരവാദങ്ങളൊക്കെ ഇറക്കിയിട്ടായിരുന്നു എൻ്റെ നായകൻ ചിത്രം ഞാൻ ഈ പടം വിജയിച്ചില്ലെങ്കിൽ സിനിമ അവസാനിപ്പിക്കും, സിനിമ ചിത്രം ജീവിതം അവസാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഈ പടത്തിൻ്റെ പ്രൊമോഷനൊക്കെ ഒരു എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രം അട്ടർ ഫ്ലോപ്പായി മാറി. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ് ഇപ്പോൾ സ്വന്തമാക്കിയ C5 ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി C5 മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാന്ദ്ര എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചു. ഒപ്പം തന്നെ തമന്ന ഭാട്ടിയ എന്നിവരോട് തകർത്ത് അഭിനയിച്ച് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ആദ്യം സ്വന്തമാക്കുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിരുന്നു. ഇപ്പോൾ ചിത്രം റിലീസ് ചെയ്ത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞെങ്കിലും ഡിസ്നി ഭാഗത്തുനിന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ എത്തിയിട്ടുണ്ട്. ബാന്ദ്ര ഈ വരുന്ന കമ്മിങ് സൂൺ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. മേ ബി ഈ ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ഫസ്റ്റ് വീക്കിലൂടെ ഡേറ്റ് ഒന്നും കാര്യങ്ങൾ ഇതുവരെ പുറത്തുവിട്ടില്ല. കമ്മിങ് സൂൺ പോസ്റ്ററാണ് റിലീസ് ചെയ്യുന്നത്. ഡിസംബർ ഫസ്റ്റ് വീക്കിലൂടെ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബോഗെയിൻവില്ല എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഫഹദ് വാസിൽ, കുഞ്ചാക്കോ ബോബൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ജ്യോതിർമയി തിരിച്ചു വന്നിട്ടുള്ള അമൽ നീരജ് മൂവിയായിരുന്നു ബോഗെയിൻവില്ല എന്ന് പറയുന്നത്.
വലിയ കഥയൊന്നുമില്ലാതെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഏകദേശം ഒരു ആവറേജ് കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബോഗിയൻ വില്ല എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ചിത്രം ഡിസംബർ 2nd വീക്കോട് കൂടിയിട്ട് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസ്നിയുടെ കയ്യിലുള്ള ഒരുവിധം ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഒ ടി റിലീസിന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദുൽഖർ സൽമാൻ, മീനാക്ഷി ചൗധരി എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് തെലുങ്കിൽ റിലീസ് ചെയ്ത് തെലുങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് അത് ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ മാസം 29-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി റിലീസിന് വേണ്ടിയിട്ട്.